സ്റ്റോൺ റിപ്പോർട്ടർ. പോലീസ് ക്യാമ്പിൽ ഉദ്യോഗസ്ഥരുടെ പരസ്യ മദ്യപാനം. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് ക്യാമ്പിലെ ഉദ്യോഗസ്ഥരായ അഭിലാഷ്, നവാസ, വിഷ്ണു എന്നിവരാണ് ഇന്നലെ രാവിലെ പരസ്യമായിരുന്ന മദ്യപിച്ചത്. ഒരാൾ യൂണിഫോമിലായിരുന്നു. മെഡിക്കൽ പരിശോധനയ്ക്ക് വിളിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. വൈദ്യപരിശോധനയിൽ മദ്യപിച്ചുവെന്ന് തെളിഞ്ഞതോടെ 3 പേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. SS ശരണാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ശരൺ, പോലീസ് സേന ആകെ ഇപ്പോൾ കേരളത്തിന്റെ മുന്നിൽ വലിയൊരു ഒരു പൊസിഷനിലാണുള്ളത്. കാരണം അവർ നടത്തുന്ന ശ്രമങ്ങൾക്കൊപ്പം കേരളം ഒന്നായി ചേർന്ന് നിൽക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ അത്രയേറെ ജനഹൃദയങ്ങളെ സ്വാധീനിച്ചു കഴിഞ്ഞു. ലഹരി സംഘത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന പോലീസ് സേനയ്ക്ക് പോലും നാണക്കേടുണ്ടാക്കുന്ന തരത്തിലാണ് ഈ പരസ്യമായ മദ്യപാനം. അതും പോലീസ് ക്യാമ്പിൽ പോലീസ് യൂണിഫോമിൽ. അവിടെയാണ് പ്രശ്നം. നടപടി എടുത്തിട്ടുണ്ടല്ലേ? എങ്ങനെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്? ശരൺ. ഷിയാസ്, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വലിയ പരിശോധനകളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. അങ്ങനെ മാതൃകാപരമായിട്ടുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പോലീസ് സേനയ്ക്ക് ആകെ തന്നെ നാണക്കേടായ സംഭവമായി ഇത് മാറിയിരിക്കുന്നത്. ഇന്നലെ രാവിലെ 7 മണിയോടുകൂടി ഹിൽ പാലസ് പോലീസ് ക്യാമ്പിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് 3 പോലീസുകാർ അവർ കുപ്പിയൊക്കെ വാങ്ങി നിലത്തിരുന്ന് മദ്യപിക്കുകയായിരുന്നു. ഇത് മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ഈ 3 പേരെയും വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകാനായി വിളിക്കുന്നു. ഇതിനിടയിൽ ഈ 3 പോലീസുകാരിൽ ഒരാൾ യൂണിഫോം ധരിച്ചാണ് ഉണ്ടായിരുന്നത്. ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പിന്നീട് മറ്റ് പോലീസുകാർ ചേർന്ന് തടഞ്ഞു വെച്ചാണ് ഈ 3 പേരെയും വൈദ്യപരിശോധനയ്ക്കായി എത്തിക്കുന്നത്. വൈദ്യപരിശോധനയിൽ ഈ 3 പേരും മദ്യപിച്ചു എന്നുള്ളത് തെളിയുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 3 പേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവർ മുൻപും സമാനമായിട്ടുള്ള കൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അച്ചടക്ക നടപടിക്ക് പുറമെ വകുപ്പ് തല അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ അന്വേഷണം പൂർത്തിയാവുന്ന മുറയ്ക്ക് ഈ പോലീസുകാർക്കെതിരെ കൂടുതൽ നടപടി ഉണ്ടാകും. ശരി, നടക്കട്ടെ ശരൺ. അന്വേഷണം നടക്കട്ടെ, കൂടുതൽ നടപടി ഉണ്ടാവട്ടെ.